Hi all, welcome to this class. നമ്മൾ ഇന്ന് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്കാണ് കേട്ടോ കിടക്കുന്നത്. ചാപ്റ്റർ 19 നോൺ പെർഫോമിംഗ് അസറ്റ്സ്, പേജ് നമ്പർ 227 കേട്ടോ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റുകളെ സംബന്ധിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. The concept of non-performing assets of a banking is limited to the loans and advances given by them. അതായത് നമ്മുടെ ബാങ്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുത്തുകൊണ്ടിട്ടാണ് ബാങ്ക് എന്ത് ഏൺ ചെയ്യുന്നത്, ഒരു റവന്യൂ അല്ലെങ്കിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം ലോൺസ് ആൻഡ് അഡ്വാൻസസ് നമ്മൾ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തുവെങ്കിലും യാതൊരുവിധ ബെനഫിറ്റും അതിൽ നിന്ന് യാതൊരുവിധ ഏർണിങ്സും ബാങ്കിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള അസറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. നോൺ പെർഫോമിംഗ് അസറ്റ് ഈസ് ആൻ അസറ്റ്. നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത് അതൊരു അസറ്റ് ആണ് വിച്ച് ഈസ് നോ ലോങ്ങർ കോൺട്രിബ്യൂട്ടിംഗ് ടുവേർഡ്സ് ഇൻകം ഓഫ് ദി ബാങ്ക്സ്. യാതൊരുവിധ ഇൻകവും ബാങ്കിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ഇത്തരം അസറ്റ് കൊണ്ടിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ലോൺ അക്കൗണ്ട് വിച്ച് ഹാസ് ബീൻ സീസ്ഡ് ടു yield ഇൻകം. എന്ത് തരത്തിലുള്ള ലോൺ അക്കൗണ്ട് ആണെങ്കിലും അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻകം ബാങ്കിന് എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. ഇത്തരം നോൺ പെർഫോമിംഗ് അസറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ദീർഘകാലത്തേക്ക് യാതൊരുവിധ ഇൻകവും ജനറേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം നോൺ പെർഫോമിംഗ് അസറ്റുകളെ ഡിഫറെന്റ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് അസറ്റ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ് ആൻഡ് ലോസ് അസറ്റ്, അങ്ങനെ നാലായിട്ടാണ് നോൺ പെർഫോമിംഗ് അസറ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. RBI ആണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, the performing asset of a banks are classified as a standard asset. പെർഫോമിംഗ് അസറ്റുകളെ ബാങ്ക് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ഹെഡാണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. They are one which has continuously generating an income and repayment when they are become due. നോക്കിക്കേ, കണ്ടിന്യൂസ് ആയിട്ട് ബാങ്കിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇൻകം. ഒരു പർട്ടിക്കുലർ അസറ്റിൽ നിന്ന് ബാങ്കിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമിംഗ് അസറ്റിന്റെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. It is one of this type of non-performing asset. Non-performing assetന്റെ ഒരു ഘടകമാണ് substandard asset എന്ന് പറയുന്നത്. A substandard asset is which one has been remained as an NPA for the period is not more than 18 months. 18 മാസത്തിൽ കൂടുതലാവാതെ, 18 മാസം കവിയാതെ തരത്തില് യാതൊരുവിധ എമൗണ്ടും ഒരു അസറ്റിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സബ്സ്റ്റാൻഡേർഡ്. 18 മാസം കഴിഞ്ഞിട്ടും യാതൊരു എമൗണ്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റ് അസറ്റുകളിലേക്ക് വരാം. ഇത് പറയുന്നത് നോക്കിക്കേ, നോട്ട് മോർ ദാൻ 18 months. 18 months കഴിയാതെയുള്ള NPA നോൺ പെർഫോമിംഗ് അസറ്റുകളാണ് എന്തിൽ വരുന്നത്, സബ്സ്റ്റാൻഡേർഡ് അസറ്റില് വരുന്നത്. ഇനി അടുത്തത് ഡൗട്ട്ഫുൾ അസറ്റ്. എന്താണ് ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനി അസറ്റ് വിച്ച് ഹാസ് ബീൻ റിമൈൻഡ് NPA ഫോർ ദി പീരീഡ് ഇസ് മോർ ദാൻ 18 months ഈസ് ക്ലാസിഫൈഡ് ആസ് എ ഡൗട്ട്ഫുൾ അസറ്റ്. ഓക്കെ, 18 മാസം കഴിഞ്ഞിട്ടും യാതൊരുവിധ എമൗണ്ട് കിട്ടില്ല, മോർ ദാൻ 18 months ആണ്. മറ്റടുത്ത് നോട്ട് മോർ ദാൻ ആയിരുന്നു, ഇവിടെ എന്താണ് മോർ ദാൻ 18 months. 18 മാസം കഴിഞ്ഞിട്ടും യാതൊരുവിധ എമൗണ്ടും യാതൊരുവിധ ഇൻകവും നമുക്ക് ആ ഒരു അസറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലോസ് അസറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വേർ ദി ലോസ് ഹാസ് ബീൻ ഐഡന്റിഫൈഡ് അഗെയിൻസ്റ്റ് അസറ്റ് ഓർ അസറ്റ് ബൈ ദി ബാങ്ക് ഓർ RBI inspection team or internal or external auditors, but the amount is not being written off completely from the company's accounts. കമ്പനിയുടെ അക്കൗണ്ട്സിൽ നിന്ന് ഇത്തരം അസറ്റുകളുടെ മൂല്യം എന്ന് പറയുന്നത് ഒരിക്കലും റൈറ്റ് ഓഫ് ചെയ്ത് കളയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന്റെ സൂപ്പർവിഷൻ വഴിയായിട്ടോ RBIയിൽ നിന്നുള്ള ഇൻസ്പെക്ഷൻ ടീമിന്റെ സൂപ്പർവിഷൻ വഴിയായിട്ടോ ബാങ്കിന്റെ അസറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നിന്ന് യാതൊന്നും തന്നെ ജനറേറ്റ് ചെയ്യാത്തൊരവസ്ഥ, ലോസ് മാത്രമേ ഉള്ളൂ. ആ അസറ്റിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. അത് ഇന്റേണൽ എക്സ്റ്റേണൽ ഓഡിറ്ററിന്റെ പരിശോധനയിലായിക്കോട്ടെ, RBIയുടെ ഇൻസ്പെക്ഷൻ ടീമിന്റെ പരിശോധനയിലായിക്കോട്ടെ, ഇൻ കേസ് ബാങ്കിന്റെ പരിശോധനയിൽ തന്നെ ആയിക്കോട്ടെ, യാതൊരുവിധ ഗുണവുമില്ല, നഷ്ടം മാത്രമേ അതിൽ നിന്നുള്ളൂ എങ്കിൽ അതിനെയാണ് ലോസ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി
ടൈപ്സ് ഓഫ് NPA. NPA എത്ര ടൈപ്പ് ഉണ്ടെന്ന്? NPA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? നോൺ പെർഫോമിംഗ് അസറ്റ്. ഗ്രോസ് NPA. ഗ്രോസ് NPA means it is a sum total of all loan assets have been classified as a NPA on the date of the balance sheet. ബാലൻസ് ഷീറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ നോൺ പെർഫോമിംഗ് അസറ്റുകളെയും ആണ് എന്ന് പറഞ്ഞ ഗ്രോസ് NPA എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെറ്റ് NPA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് നോക്കിക്കേ. ഇറ്റ് ഷോസ് ദി ആക്ച്വൽ ബർഡൻ ഓഫ് ദി ബാങ്ക്. ബാങ്കിന്റെ മൊത്തത്തിലുള്ള ടോട്ടൽ ബർഡൻ ആണ് നെറ്റ് NPA എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് NPA വിച്ച് ബാങ്ക്സ് ഹാവ് ബീൻ ഡിഡക്റ്റഡ് ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് NPA. നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രൊവിഷൻ ആയിട്ട് മാറ്റി വെക്കുന്നതും കൂടി നമ്മൾ ഡിഡക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള കമ്പനിയുടെ ആക്ച്വൽ ബർഡനെയാണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് NPA എന്ന് പറയുന്നത്. ഗൈഡ് ലൈൻസ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്. അസറ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നതിലുള്ള ഗൈഡ് ലൈൻസ് എന്തൊക്കെയാന്ന് നോക്കിക്കേ. ബാങ്ക്സ് ഷുഡ് എസ്റ്റാബ്ലിഷ് ആൻ അപ്രോപ്രിയേറ്റ് ഇന്റേണൽ സിസ്റ്റം ടു എലിമിനേറ്റ് ദ ടെൻഡൻസി ഓഫ് ഡിലേ ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് NPA അറ്റ് ഹൈ വാല്യൂ അക്കൗണ്ട്. ബാങ്ക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യണം ഒരു ഇന്റേണൽ സിസ്റ്റം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ സിസ്റ്റം ബാങ്ക് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എലിമിനേറ്റ് ദ ടെൻഡൻസി ഓഫ് ഡിലേ. അതായത് എന്തെങ്കിലും തരത്തിൽ ഈ അസറ്റിൽ നിന്ന് യാതൊരു വാല്യൂവും കിട്ടാൻ സാധ്യതയില്ലാത്ത എന്തെങ്കിലും ഡിലേ വരുന്നുണ്ടെങ്കിൽ ആ ഡിലേ എന്ന് പറയുന്ന ആ ഒരു ടെൻഡൻസിയെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ സിസ്റ്റം ബാങ്ക് തന്നെ എന്ത് ചെയ്യണം? എസ്റ്റാബ്ലിഷ് ചെയ്യണം. An asset should be classified as an NPA based on record of recovery. അത് റിക്കവർ ആയിട്ട് എത്ര കാലയളവ് കൊണ്ടിട്ടാണോ ആ ഒരു അസറ്റിന്റെ മൂല്യം നമുക്ക് തിരിച്ചു ലഭിക്കുന്നത്, റിക്കവർ ആകുന്ന ആ ഒരു പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഓരോ അസറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. That should ensure there is an adequate current asset to cover the drawings of the working capital account. Working capital account നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഡ്രോയിങ്സിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു കറന്റ് അസറ്റ് നമുക്കുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് അടുത്തത്. ഫോർ അഡ്വാൻസസ് ദാറ്റ് were granted for agricultural purpose. എന്തെങ്കിലും കാർഷികപരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നമ്മൾ എന്തെങ്കിലും ലോൺസോ അഡ്വാൻസസോ ഗ്രാന്റ് ചെയ്തതെങ്കിൽ ഇറ്റ് ഷുഡ് ബി കൺസിഡർ ആസ് ആൻ NPA. ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? NPA ആയിട്ട്, നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓൺലി ഇഫ് ദ ഇൻസ്റ്റാൾമെന്റ് ഓർ ഇൻട്രസ്റ്റ് ഈസ് റിമൈൻ അൺപെയ്ഡ് ഫോർ മോർ ദാൻ 2 ഹാർവസ്റ്റ് സീസൺ. 2 വിളവെടുപ്പ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം, മോർ ദാൻ അതായത് 2 കൂടുതൽ വിളവെടുപ്പ് കാലഘട്ടം കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റോ ഇൻസ്റ്റാൾമെന്റോ തിരികെ നമ്മൾ അടച്ചിട്ടില്ല എങ്കിൽ അതിന് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം എന്നാ പറയണത്? നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, റീസൺസ് ഫോർ ഗോയിങ് നോൺ പെർഫോമിംഗ് അസറ്റ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കി. ഫെയിലിയർ ഓഫ് ആൻ ആക്ടിവിറ്റി ഫോർ വിച്ച് ലോൺ വാസ് റേസ്ഡ്. ലോൺ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു ആക്ടിവിറ്റിയിൽ വീഴ്ച വരിക, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അസറ്റിനെ നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് മാറാനുള്ള കാരണമാണ്. വിറ്റ്ഫുൾ ഡിഫോൾട്ട് വിത്ത് എയിം ഓഫ് ഡൂയിങ് എ ഫ്രോഡ് ഓർ മിസ്അപ്രോപ്രിയേറ്റ്ലി ഡൂയിങ് ദി ഫണ്ട്. ആ ഫണ്ടുകൾ കാര്യക്ഷമതയോടുകൂടി അല്ല നമ്മൾ യൂട്ടിലൈസ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ഫ്രോഡ്ഫുൾ ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ്ഫുൾ ആയതെങ്കിലും ആ ഒരു അസറ്റിനെ നോൺ പെർഫോമിംഗ് അസറ്റ് ആക്കാം. ഇൻ കേസ് നാച്ചുറൽ കലാമിറ്റീസ് വഴിയായിട്ടും നോൺ പെർഫോമിംഗ് അസറ്റുകൾ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ വഴിയായിട്ട്. Unhealthy cutthroat price competition with the rival group among the long term leads to increased loss. പിന്നീട് നമ്മൾ ആ ഒരു ലോൺ എടുത്ത് നമ്മൾ ചെയ്തൊരു കാര്യത്തിൽ നഷ്ടം സംഭവിക്കാനുള്ള കാരണം വെച്ചാൽ അൺഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമല്ലാത്ത രീതിയിലുള്ള കഴുത്തറപ്പൻ മത്സരമാണ് ആ ഒരു കോമ്പറ്റീഷൻ, ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബിസിനസ് വേൾഡിൽ നടക്കുന്നതെങ്കിലും നമുക്ക് നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് മാറ്റാവുന്നതാണ്. ചേഞ്ചിങ് സ്റ്റാൻഡേർഡ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ടെക്നോളജി. ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും സ്റ്റാൻഡേർഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാം തന്നെ നമ്മളുടെ ഇൻഡസ്ട്രിയുടെ പീസിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതും NPA ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമാണ്. റിഡക്ഷൻ ഇൻ ദി ഡിമാൻഡ് ഓഫ് ഗുഡ്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ഗുഡ്സിന്റെ ഡിമാൻഡിൽ ഉണ്ടാവുന്ന കുറവ്. ഇൻഎഫിഷ്യൻസി ഇൻ വർക്കിംഗ് മെക്കാനിസത്തിൽ ഉണ്ടാവുന്ന കാര്യക്ഷമതയില്ലായ്മ. ഇതുമെല്ലാം തന്നെ എന്തിന് കാരണമാണ്? ഡ്യൂ ടു റിസഷൻ ഇൻ ദി ഇക്കണോമിക്ക് 3-4 പീരീഡ് ഉണ്ടല്ലോ. ബൂം, റിസഷൻ, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ പീരീഡുകൾ ഉണ്ടല്ലോ. അതേസമയം റിസഷൻ എന്നുള്ളൊരു പീരീഡിലാണ് നിൽക്കുന്നതെങ്കിൽ ഡ്യൂ ടു ഗവൺമെന്റ് പോളിസി ഓഫ് ഫിനാൻസിങ് ദി പ്രയോറിറ്റീസ് ഗവൺമെന്റിന്റേതായിട്ടുള്ള ചില പോളിസികൾ വഴിയായിട്ടും എന്ത് സംഭവിക്കാറുണ്ട്? നോൺ പെർഫോമിംഗ് അസറ്റ് ജനറേറ്റ് ചെയ്യാറുണ്ട്.
ഇനി അടുത്തത് ഇന്റേണൽ ഫാക്ടേഴ്സ്, അകത്തുകൊണ്ടുള്ള എന്തൊക്കെ ഫാക്ടേഴ്സ് ആണുള്ളത്. ഡിഫക്റ്റീവ് ലെൻഡിങ് പോളിസീസ് ഓഫ് എ ബാങ്ക് വേർ എ ലാർജ് എമൗണ്ട് ഈസ് സാങ്ഷൻഡ് വിത്തൗട്ട് ചെക്കിംഗ് ദി പേയിങ് കപ്പാസിറ്റി ഓഫ് ദി ബോറോവർ. ഒരു ബോറോവർക്ക് തിരിച്ചടക്കാനുള്ള ശേഷിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ലോൺ നമ്മൾ അനുവദിക്കേണ്ടത്. ഇത് ഒരു ബോറോവറുടെ പേയിങ് കപ്പാസിറ്റിയെ നോക്കാതെ തന്നെ ലാർജ് എമൗണ്ട് ആ ഒരു വ്യക്തിക്ക് സാങ്ഷൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു തരത്തിൽ ആ ഒരു നോൺ പെർഫോമിംഗ് അസറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ ആണ്. ഡ്യൂ ടു മിസ്മാനേജ്മെന്റ് ഓർ ഡൈവേർഷൻ ഓഫ് ദി ഫണ്ട്സ് ഓഫ് ഇൻകോമ്പിറ്റന്റ് ടീം. അതായത് മിസ്മാനേജ്മെന്റ്, ഫണ്ടുകളുടെ മിസ്മാനേജ്മെന്റ് വഴിയായിട്ട് ഒരു ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള ടീമിന്റെ കയ്യിൽ നിന്നാണ് ഒരു ഫണ്ട് നമുക്ക് ലഭിച്ചതെങ്കിൽ, പൂർ ഒബ്സൊല്യൂട്ട് ക്രെഡിറ്റ് അപ്രൈസൽ സിസ്റ്റം ഓഫ് ദി ബാങ്ക്, ബാങ്കിന്റെ കാലാഹരണപ്പെട്ട രീതിയിലുള്ള കടം കൊടുക്കലിന്റെ ഒരു സിസ്റ്റം. നോൺ കംപ്ലയൻസസ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സാങ്ഷൻ ലോൺ അഡ്വാൻസസ് സെറ്റ് അപ്പ് ബൈ ദി RBI. RBI പരാമർശിച്ചിട്ടുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുമ്പോൾ RBI പരാമർശിച്ചിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് പാലിക്കാതെ വരുമ്പോഴുള്ള പിഴവ്. ഡിസൈനിങ് ദി അൺറിയലിസ്റ്റിക് റീപേയ്മെന്റ് ഷെഡ്യൂൾ. നമുക്ക് ഒരു തരത്തിലും വിശ്വസനീയമല്ലാത്ത രീതിയിലുള്ള ഒരു റീപേയ്മെന്റ് ഷെഡ്യൂൾ ആണ് ബോറോവർക്ക് മുന്നിൽ നമ്മൾ ഡിസൈൻ ചെയ്തതെങ്കിൽ, at the times due to lack of interbank coordination the solvency report borrowers not shared due to which the made more than one bank. അതായത് ഒന്നോ രണ്ടോ അധികം ബാങ്കുകളുമായിട്ട് ഒരു ബോറോവർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ബോറോവർ മറ്റൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സാക്ട് ഹിസ്റ്ററി ഇപ്പോൾ ലോൺ എടുക്കുന്ന ബാങ്കിന് മുന്നിൽ പ്രസന്റ് ചെയ്യാതെ വരുന്ന ആ ഒരു സിറ്റുവേഷൻ. നോട്ട് ഡൂയിങ് പ്രോപ്പർ അപ്രൈസൽ ബിഫോർ ഗ്രാൻഡിങ് ലോൺ. ലോൺ അനുവദിക്കുന്നതിന് മുൻപായിട്ട് യാതൊരുവിധ പ്രോപ്പർ ആയിട്ടുള്ള അപ്രൈസലും ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കടമെടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള അയാളുടെ ഫിനാൻഷ്യൽ ഹിസ്റ്ററിയോ ഒന്നും തന്നെ പരിശോധിക്കാതെ നേരിട്ട് ലോൺ സാങ്ഷൻ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ. ഇതൊക്കെ വഴിയായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, നോൺ പെർഫോമിംഗ് അസറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ചില സാധ്യതകൾ എന്ന് പറയുന്നത്. ഇനി പ്രൊവിഷൻസ് ഓഫ് എ നോൺ പെർഫോമിംഗ് അസറ്റ്. നോൺ പെർഫോമിംഗ് അസറ്റിന്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ലോസ് അസറ്റ്, ആൻ എൻറ്റയർ അസറ്റ് ഷുഡ് ബി റിട്ടൺ ഓഫ്. ലോസ് അസറ്റ് ആണെങ്കിൽ ആ മൊത്തം അസറ്റും എന്ത് ചെയ്യണം എന്നുള്ളതാണ്, എഴുതി തള്ളണം. ഇഫ് ഡ്യൂ ടു എനി റീസൺസ് അസറ്റ് പെർമിറ്റഡ് ടു ബി കീപ്പ് ഇൻ ദി ബുക്ക്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട്, എന്തെങ്കിലും കാരണങ്ങൾ ആ ഒരു അസറ്റിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാരണങ്ങൾ നമ്മുടെ ബുക്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ then 100% of outstanding should be provided for the provision. പ്രൊവിഷൻ ആയിട്ട് അതിന് എത്രയായിട്ട് മാറ്റി വെക്കാം, 100% നമുക്ക് പ്രൊവിഷൻ ആയിട്ട് മാറ്റി വെക്കാം എന്നുള്ളതാണ് കേട്ടോ. നേരത്തെ ഡൗട്ട്ഫുൾ അസറ്റിന്റെ കേസിൽ ഫോർ മേക്കിംഗ് പ്രൊവിഷൻസ് ഓഫ് എ ഡൗട്ട്ഫുൾ അസറ്റ്. ഡൗട്ട്ഫുൾ അസറ്റിന്റെ കേസിലാണെങ്കിൽ RBI has asked to bank to make the provisions according for the period which the advance is remained doubtful. RBI ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബാങ്കിനോട് എന്താണ്, ഏത് പീരീഡ്, എത്ര പീരീഡ് ആണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡൗട്ട്ഫുൾ ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. 100% of amount is charged to the provision to the extent of realizable value of the securities not covering advances. അഡ്വാൻസ് കവർ ചെയ്യാതെ തന്നെ ആ സെക്യൂരിറ്റിയുടെ വാല്യൂ വെച്ചിട്ട് 100% എമൗണ്ടും ബാങ്കിന് ഈടാക്കാനുള്ളൊരു റൈറ്റ് ഉണ്ട്. ഫോർ സെക്യൂർഡ് പോർഷൻ 20 to 50% ട്രാൻസ്ഫർ ടു പ്രൊവിഷൻ ബേസ്ഡ് ഓൺ ദി ടൈം പീരീഡ് ഹാസ് ബീൻ പാസ്ഡ്. ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ട് 20 തുടങ്ങി 50% വരെ നമുക്ക് പ്രൊവിഷനിലേക്ക് മാറ്റി വെക്കാനുള്ളൊരു റൈറ്റ് ഉണ്ട്. ഇനി സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ general provision of 15% outstanding amount should be made. 15% നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആയിട്ട് ജനറൽ പ്രൊവിഷനിലേക്ക് മാറ്റിവെക്കാം. ഫോർ എനി അൺസെക്യൂർഡ് എക്സ്പോഷർ അഡീഷണൽ പ്രൊവിഷൻ ഓഫ് 10% should be made. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഡീഷണൽ ആയിട്ടൊരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ തന്നെ 10% കൂടി നമുക്ക് മാറ്റിവെക്കാം. അപ്പൊ ടോട്ടലി 25%. ഓക്കെ, സബ്സ്റ്റാൻഡേർഡ് അസറ്റിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി. വ്യവസായങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇതിന്റെ വാല്യൂവിൽ മാറ്റം ഉണ്ടായിരിക്കും. ഫോർ എനി ഡിറക്ഷൻസ് അഡ്വാൻസ് ഗിവൻ ടു SME, സ്മോൾ മൈക്രോ എന്റർപ്രൈസസ് ഓർ അഗ്രികൾച്ചറൽ ആണെങ്കിൽ പ്രൊവിഷൻ പറയുന്നത് 0.2% ആണ് നമുക്ക് പ്രൊവിഷനിലേക്ക് സ്റ്റാൻഡേർഡ് അസറ്റിന്റെ കേസിൽ മാറ്റി വെക്കാൻ പറ്റുന്നത്. അഡ്വാൻസ് ടു CRE വിൽ ബി അട്രാക്റ്റീവ് പ്രൊവിഷൻ ഓഫ് 1%. 1% CREക്ക് നമ്മൾ കൊടുക്കുന്ന അഡ്വാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സജഷൻസ് ടു റെഡ്യൂസ് നോൺ പെർഫോമിംഗ് അസറ്റ്. നോൺ പെർഫോമിംഗ് അസറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ സാധിക്കുന്നത്, ensure enough care should be taken cautiously selecting the borrower of the investment field. ഒരു ബോറോവറിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ കെയർ അദ്ദേഹത്തിന് കൊടുക്കുക. കൂടുതൽ കാര്യങ്ങൾ, ഒരു ഇൻഡെപ്ത് ഇൻവെസ്റ്റിഗേഷൻ, അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് വർത്തിനെസിനെ സംബന്ധിച്ചിട്ട് ഇൻഡെപ്ത് ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടത്തുക എന്നുള്ളതാണ്. ഫണ്ട് സാങ്ഷൻ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ തിരിച്ചടക്കാനുള്ള ശേഷിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. പിന്നീട്
റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് നടത്തുക. അദ്ദേഹം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഇടവേളയിൽ റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ബാങ്ക്സ് ക്യാൻ റൺ സം സ്പെഷ്യൽ സ്കീംസ് ഫോർ ബോറോവർ ഫോർ പ്രൊമോട്ട് റീപേയ്മെന്റ് ഓഫ് ലോൺ. ലോണുകൾ തിരിച്ചടക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സ്പെഷ്യൽ സ്കീമുകളൊക്കെ തുടങ്ങുക. A special cell or recovery should be created by the bank recovering outstanding amount on loan. ഒരു സ്പെഷ്യൽ സെൽ ഫോർ റിക്കവറിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സെൽ ഓപ്പൺ ചെയ്യുക ബാങ്കുകാരുടെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ടുകളെല്ലാം റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാങ്ക്സ് ക്യാൻ ഹയർ ദി സർവീസസ് ടു സ്പെഷ്യൽ ഏജൻസീസ് ഹു ആർ എക്സെപ്റ്റ് ഇൻ റേറ്റിംഗ് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ ക്രെഡിറ്റ് വർത്തിനെസിനെ റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഏജൻസിയെ തന്നെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ഹയർ ചെയ്യുക എന്നുള്ളതാണ്. അത് NPA കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ദ ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ബാഡ് ബാങ്ക് ഇസ് ജനറലി ഗുഡ് സൊല്യൂഷൻ ഫോർ റെഡ്യൂസിങ് NPA. NPA റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഗുഡ് സൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഒരു ബാഡ് ബാങ്കിനെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. The banks having higher number of NPA, ബാങ്കിന് ധാരാളം നോൺ പെർഫോമിംഗ് അസറ്റുകൾ ഉണ്ടെങ്കിൽ will transfer liable to bad bank under the their name. അയാളുടെ പേരിലേക്ക് ബാഡ് ബാങ്ക് എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യുക എന്നുള്ള ലയബിലിറ്റിയെ ട്രാൻസ്ഫർ ചെയ്യുക. അത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് നിലനിൽക്കുകയും ചെയ്യും. അറ്റ് എ പ്രൈസ് ഇസ് എ ബിറ്റ് ലോവർ ദാൻ വാറ്റ് ഇസ് ഡ്യൂ. എത്രയാണോ നമുക്ക് ഡ്യൂ ആയിട്ടുള്ളത് അതിനേക്കാളും കുറഞ്ഞ പ്രൈസിലായിരിക്കും നമ്മൾ ബാഡ് ബാങ്കിലേക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ഒരു നോൺ പെർഫോമിംഗ് അസറ്റിന്റെ റിക്കവറി മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത്. പ്രിവെന്റീവ് മെഷേഴ്സ്, ഇതിനെ തടയാനായിട്ട് എന്തെല്ലാമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. റീഡിസൈനിങ് ദി ലോൺ റീപേയ്മെന്റ് സിസ്റ്റം ഫോർ ദി ബോറോവേഴ്സ് ഹു ആർ നോട്ട് ഏബിൾ ടു റീപേ ദി ലോൺ ഓൺ ടൈം. റീഡിസൈൻ ചെയ്യുക, ലോൺ തിരിച്ചടക്കുന്ന സിസ്റ്റത്തെ എല്ലാം നമ്മൾ അപ്പാടെ മാറ്റി അതിനൊന്ന് റീഡിസൈൻ ചെയ്യുക. അപ്പൊ ബോറോവർക്ക് തന്നെ മനസ്സിലാക്കും അദ്ദേഹത്തിന് തിരിച്ചടക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത്. ബൈ ഡൂയിങ് പ്രോപ്പർ KYC ബാങ്ക്, നോ യുവർ കസ്റ്റമർ, ബാങ്ക്സ് എല്ലാം പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ബൈ ഓർഗനൈസിംഗ് റിക്കവറി ക്യാമ്പ്സ് വേർ സർട്ടൻ അലവൻസസ് ഈസ് ഗിവൺ ഓൺ ദി എമൗണ്ട് ഡ്യൂ അഗെയിൻസ്റ്റ് ദി ലോൺ ഈസ് റെഡ്യൂസ് ദി ലോസ് കുറയ്ക്കാൻ വേണ്ടി, നഷ്ടസാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സർട്ടൻ അലവൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിക്കവറി ക്യാമ്പ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യുക. By keeping a potential risky accounts in which list, a bank can be estimate the possibility of default from these accounts and any can be preventive measures avoid from the happening. നോക്കിക്കേ, ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഒരു റിസ്ക് ആയിട്ട് നമുക്കൊരു റിസ്ക് ഉള്ളത് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിട്ട് അവിടെ നമ്മൾ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ നടക്കാൻ പോകുന്ന ആ ഒരു സംഭവത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ബൈ ടൈംലി സബ്മിറ്റിംഗ് ഡീറ്റെയിൽസ് ഓഫ് വിൽഫുൾ ഡിഫോൾട്ടേഴ്സ്, അതായത് നമ്മൾക്ക് വീഴ്ച വരുത്തിയിട്ടുള്ള ആളുകളിലേക്ക് ടൈംലി ആയിട്ട് ചില ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബൈ ഇൻട്രൊഡ്യൂസിങ് റീഹാബിലിറ്റേഷൻ പാക്കേജസ് ഫോർ ദി സിക്ക് യൂണിറ്റ്. ഇനി ഒരു തരത്തിലും അടക്കാനായിട്ട് സാധ്യതയില്ലാത്ത ആളുകളിലേക്ക് ഒരു റീഹാബിലിറ്റേഷൻ പാക്കേജുകളും മറ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ബൈ റിമൂവിങ് ഇറ്റ് ഫ്രം എ ബുക്സ് ഓഫ് ബാങ്ക്സ് ആൻഡ് സെല്ലിംഗ് എ സെപ്പറേറ്റ് ഏജൻസീസ് റിലേറ്റീവ്ലി ലെസ് പ്രൈസ്. അപ്പൊ എന്താണ്, നമ്മുടെ ബാങ്കിന്റെ ബുക്സിൽ നിന്ന് ഇത്തരത്തിലുള്ള നോൺ പെർഫോമിംഗ് അസറ്റുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഏജൻസിക്ക് കുറഞ്ഞ പൈസക്ക് അതിനെ വിൽക്കുക. By initiating the legal action against all those who have not accepted discounted proposals offered by the bank. ബാങ്ക് ധാരാളം ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഓഫറുകൾ ഇഷ്യൂ ചെയ്തിട്ടും യാതൊരുവിധ അനക്കവും ഇല്ലാത്ത തരത്തിലുള്ള ബോറോവേഴ്സിലേക്ക് ലീഗൽ ആക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് കുറക്റ്റീവ് മാനേജ്മെന്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ നമുക്ക് നോക്കാം. ഓഫറിംഗ് ദ കോംപ്രമൈസ് സെറ്റിൽമെന്റ് സ്കീം ടു ദി ബോറോവർ ആയിട്ടൊരു കോംപ്രമൈസ് സെറ്റിൽമെന്റ് സ്കീമുകൾ ഓഫർ ചെയ്യുക. ബൈ ഓർഗനൈസിംഗ് ലോ അഡാൾട്ടേഴ്സ് ഫോർ ദി ക്ലെയിംസ് വിച്ച് ഈസ് ലെസ് ദാൻ 5 lakh. 5 ലക്ഷത്തിൽ താഴെയുള്ള ക്ലെയിമുകൾ ആണെങ്കിൽ ലോ അഡാൾട്ട്സ് മുഖാന്തരം അതെന്ത് ചെയ്യാന്നുള്ളതാണ്, ഓർഗനൈസ് ചെയ്യുക. ബൈ സ്ട്രെങ്തനിങ് ദി ഡെപ്ത് റിക്കവറി ടൈബിന്, ഡെപ്ത് അത് നമ്മുടെ കടം നമുക്ക് തിരികെ ലഭിക്കുന്ന രീതിയിലുള്ള കോടതിയെയും മറ്റും സമീപിക്കുക. SAR FAESI Act is vested in bank more power to recover the amount from the willful defaulters without intervention of court. കോടതി ഇടപെടാതെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഡിഫോൾട്ടേഴ്സിൽ നിന്ന് എമൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് SAR FAESI എന്ന് പറയുന്ന ഒരു ആക്ട് എല്ലാ ബാങ്കുകളിലും നിക്ഷിപ്തമാക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് കുറക്റ്റീവ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നോൺ പെർഫോമിംഗ് അസറ്റുകളെ പറ്റിയിട്ടാണ് കേട്ടോ പഠിച്ചത്.
കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഫങ്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ബുക്ക് അവസാനിച്ചിരിക്കുകയാണ്. അതിന് മുന്നേയുള്ള ചാപ്റ്ററിൽ നമ്മൾ ബാങ്കിങ് കമ്പനിയുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകളെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. പിന്നീട് നോൺ ബാങ്കിങ് കമ്പനികളും ബാങ്കിങ് കമ്പനികളുടെയും ചില ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് 4-ലെ 15th ചാപ്റ്റർ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ ലിക്വിഡേഷൻ ഓർ ഫോർമേഷൻ ഓഫ് എ ന്യൂ ഫേം ഇൻ ദി ഓർഗനൈസേഷൻ. യാതൊരുവിധ കാരണവശാലും ഒരു ഫേം മറ്റൊരു ഫേമായിട്ട് കൂടിച്ചേർന്ന് ഒരു പുതിയ ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫേമിനെ നമ്മൾ ലിക്വിഡേഷനിലേക്ക് എത്തിക്കുകയോ ഒന്നും തന്നെ ഇവിടെ ചെയ്യുന്നില്ല. ദർ ഇസ് ഓൺലി എനി ഓൾട്രേഷൻ മാത്രമാണ് നമ്മൾ വരുത്തുന്നത്. നമ്മുടെ ആ ഫേമിന്റെ ആ ഒരു രൂപകൽപ്പന, ആ ഒരു ഫേമിന്റെ ക്യാപിറ്റലിലോ അല്ലെങ്കിൽ ആ ഒരു ഫേമിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും രീതികളിൽ നമ്മൾ ഒരു മാറ്റം, ഒരു ഓൾട്രേഷൻ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ. ആൻഡ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഇൻ ദി അക്കൗണ്ട്സ് ഓഫ് ദി ഫേം. ഫേമിന്റെ ഷെയർ ക്യാപിറ്റലിൽ റിഡക്ഷൻ വരുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഓൾട്രേഷൻസ് ഒക്കെ വരുത്തുന്നതിനെയാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ദർ ഇസ് നോ ചാൻസ് ഫോർ ലിക്വിഡേഷൻ ഓർ ഫോർമേഷൻ ഓഫ് എ ന്യൂ കമ്പനി കേട്ടോ. ഇനി ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് നോക്കിയാൽ എലിമിനേഷൻ ഓഫ് ദി ഫിക്ടീഷ്യസ് അസറ്റിനെ എലിമിനേറ്റ് ചെയ്യുക, ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുക, പ്രസന്റ് റിയൽ പൊസിഷൻ ഓഫ് ദി ഫേമിന്റെ എക്സാക്ട് പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇന്റേണൽ റീകൺസ്ട്രക്ഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. A capital reduction account or internal reconstruction account is opened where the amount is sacrificed by the shareholders, debenture holders, creditors is credited, which is used to write off the losses and bring the assets to be real worth. നമ്മൾ ഒന്നുകിൽ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ഇന്റേണൽ റിഡക്ഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഷെയർ ഹോൾഡേഴ്സോ ഡിബെഞ്ചർ ഹോൾഡേഴ്സോ എല്ലാം സാക്രിഫൈസ് ചെയ്യുന്ന ഒരു എമൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ദ ഐറ്റംസ് വിച്ച് ആർ റിട്ടേൺ ഓഫ്, ഏതെല്ലാം ഐറ്റത്തെയാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയേണ്ടത്? ഗുഡ്വില്, ഡെഫേർഡ് എക്സ്പെൻസസ്, അക്യുമുലേറ്റഡ് ലോസസ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഴുതി തള്ളേണ്ടത്. ഇനി മോഡ്സ് ഓർ മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. ഇന്റേണൽ റീകൺസ്ട്രക്ഷന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഷെയർ ക്യാപിറ്റൽ ഓൾട്രേഷൻ വരുത്തുക. രണ്ട്, ഷെയർ ക്യാപിറ്റലിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുക. ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ് ഓൾട്രേഷൻ വരുത്തേണ്ടത് നോക്കിക്കേ. നോ അപ്രൂവൽ ഓഫ് കോർട്ട് ഈസ് നീഡഡ്. യാതൊരുവിധ കോർട്ടിന്റെ നിന്ന് യാതൊരുവിധ അപ്രൂവലും നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഇല്ല. പക്ഷെ നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഇൻക്രീസ് ദി ഷെയർ ക്യാപിറ്റൽ ബൈ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്. പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ കൂട്ടുക. ഇൻക്രീസിംഗ് ദി ഫേസ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്. നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് ഷെയർസിന്റെ ഫേസ് വാല്യൂവിലും ഇൻക്രീസ് വരുത്തുക. ഡിക്രീസിംഗ് ദി ഫേസ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്. എക്സിസ്റ്റിംഗ് ഷെയറിന്റെ ഫേസ് വാല്യൂവിൽ ഡിക്രീസ് വരുത്തുക. ക്യാൻസലേഷൻ ഓഫ് അൺഇഷ്യൂഡ് ഷെയർസ്. ഇഷ്യൂ ചെയ്യാത്ത ഷെയറുകൾ ക്യാൻസൽ ചെയ്യുക. കൺവേർട്ടിംഗ് ഷെയർസ് ടു സ്റ്റോക്ക് ഓർ വൈസ് വേഴ്സ. എന്താണ്? ഒന്നില്ലെങ്കിൽ ഷെയറിനെ സ്റ്റോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോക്കിനെ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ ഷെയർ ക്യാപിറ്റലിൽ എന്ത് വരുത്തുക? ഓൾട്രേഷൻസ്, മാറ്റങ്ങൾ വരുത്തുക. ഇനി അടുത്തതാണ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിന്റെ വാല്യൂവിൽ റിഡക്ഷൻ വരുത്തുന്നത്. ഇറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ഇഫ് ദി മെൻഷൻഡ് ഇൻ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് പാസ്ഡ് ദാറ്റ് ഇറ്റ് എഫക്ട്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്ത് വരുത്തണം എന്നുള്ളതാണ്, ഇത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അതിനായിട്ട് അത് എഫക്റ്റീവ് ആവണമെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ നമ്മൾ പാസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, എങ്ങനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ റിഡക്ഷൻ വരുത്താൻ സാധിക്കുന്നത്? റെഡ്യൂസ് ദി ലയബിലിറ്റി ഓഫ് അൺകോൾഡ് എമൗണ്ട് ഓഫ് ഷെയർസ്. അൺകോൾഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഷെയർസിന്റെ ലയബിലിറ്റിയെ റെഡ്യൂസ് ചെയ്യുക. പേ ഓഫ് പെയ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് എക്സസ് ഓഫ് നീഡ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്ന തരത്തിലുള്ള പെയ്ഡ് ക്യാപിറ്റലിനെ പേ ഓഫ് ചെയ്യുക. ക്യാൻസലിംഗ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ ക്യാൻസൽ ചെയ്യുക. അപ്പൊ നോക്കിക്കേ, എങ്ങനെയാണ് ഒരു ഷെയർ ക്യാപിറ്റലിന്റെ പ്രൊസീജിയർ എന്ന് നോക്കിക്കേ. ഏത് രീതിയിലാണ് ഷെയർ ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യേണ്ടത്? ഒന്ന്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വഴിയായിട്ട്. പിന്നീട് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. പിന്നീട് കോർട്ടിൽ നിന്ന് കൺഫർമേഷൻ കിട്ടണം. രണ്ട്, സബ്മിഷൻ ഓഫ് ഡോക്യുമെന്റ്സ് വിത്ത് രജിസ്ട്രാർ. രജിസ്ട്രാർക്ക് മുന്നിൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ.
അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് കൊടുത്തേക്കുന്നത് നോക്കിക്കേ. കേസ് 1, reduce the liability of a uncalled amount of shares. കോൾ ചെയ്യാത്ത ഷെയർസിന്റെ ലൈബിലിറ്റിയെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ജേർണൽ എൻട്രി വരുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. ഷെയർ ക്യാപിറ്റലിന് ഡെബിറ്റ് വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അത് ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ് ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുക, ന്യൂ ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുക. നമ്മളിവിടെ പറഞ്ഞായിരുന്നില്ലേ, ഇൻക്രീസിംഗ് ദി ഫേസ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്. ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർസിന്റെ വാല്യൂവിനെ നമ്മൾ ആദ്യം കാണിക്കാം ഷെയർ ക്യാപിറ്റൽ. എന്നിട്ട് എത്രയാണോ ഇൻക്രിമെന്റ് വരുന്നത് അതിനെ നമ്മൾ 2 ആയിട്ട് കാണിക്കാം. ഈ 2 ഷെയർ ക്യാപിറ്റൽ എന്നതാണ് നമ്മളുടെ എക്സാക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി കേസ് 2-ലാണെങ്കിൽ പേയിങ് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് എക്സസ് ഓഫ് നീഡഡ് ഓഫ് ദി കമ്പനി. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ പേ ഓഫ് ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള വാല്യൂവിനെ മുഴുവൻ ആരിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് അത് ബാങ്കിലേക്ക് ഇതായിരുന്നുള്ള രീതിയിൽ അതും കാണിക്കാം. അടുത്തത് ക്യാൻസലേഷൻ. എങ്ങനെയാണ് ക്യാൻസലേഷൻ നടത്തുന്നത്? ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ എപ്പോഴും എങ്ങോട്ടേക്ക് ക്യാൻസൽ ചെയ്യുന്നത്? ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. അടുത്തത് ഇഫ് ദ ലോസസ് ആർ ടു ഹൈ ദ പോർഷൻ ഓഫ് ബോറോഡ് ക്യാപിറ്റൽ ഈസ് ലോസ്റ്റ്. നോക്കിക്കേ, നമുക്ക് സംഭവിച്ച നഷ്ടം എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ബോറോഡ് ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. അത് ക്യാൻസൽ ചെയ്യുന്നതിന് ലോസ് ക്യാൻസൽ ചെയ്യുന്നതിന് ഡിബഞ്ചേഴ്സിനും ക്രെഡിറ്റേഴ്സിനൊക്കെ ഓൾറെഡി ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പൊ അത് കൂടുമ്പോൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് തന്നെ ചെയ്യുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡിബഞ്ചേഴ്സിനെയും ക്രെഡിറ്റിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കളയുകയാണ്? ലോസസ് എല്ലാം ടു ഹൈ ആയതുകൊണ്ട് ബോറോഡ് ക്യാപിറ്റലിലേക്ക് മാറ്റണേണ്. അതുകൊണ്ടാണ് അതിന് എന്ത് വന്നത്? ഡെബിറ്റ് ബാലൻസ് വന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കോ എങ്ങനെയാണെന്ന്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ഇനി ലോസ് ഫിക്റ്റീഷ്യസ് അസറ്റിനെയും മറ്റേ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എങ്ങനെയാണ്? റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ അസറ്റ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോകണോ അല്ലേ? ഓൾറെഡി അസറ്റുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, അത് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ്. അപ്പൊ എങ്ങനെയായിരിക്കും വന്നത്? ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ് വിൽ ടു അക്യുമുലേറ്റഡ് ലോസസ് ടു എക്സസ് എമൗണ്ട് ഓഫ് അസറ്റ്. ഇങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എപ്പോഴാണ് നടത്തുന്നത്? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസസ് ആണ്. നമ്മുടെ ബിസിനസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നഷ്ടസാധ്യത നേരിടുന്നുവെങ്കിൽ നമ്മളുടെ ബിസിനസിന്റേതായിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെ അപ്പാടെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ഒന്ന് ഓൾട്ടർ ചെയ്യുക. ആ ഒരു ഓൾട്ടറേഷൻ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന 2 രീതിയിൽ നടത്താം. ഒന്ന് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ റിഡക്ഷൻ വരുത്തിക്കൊണ്ട്, 2 ഓൾട്ടറേഷൻ നടത്തിക്കൊണ്ട്. അങ്ങനെ 2 രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ. പിന്നീട് അമാൽഗമേഷൻ നമ്മൾ പറഞ്ഞു പോയൊരു ഒരു പോർഷൻ ആണ് ചാപ്റ്റർ 14 എന്ന് പറയുന്നത്. അമാൽഗമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വൺ ഓർ മോർ കമ്പനീസ് ആർ ജോയിൻ ടുഗദർ ടു ഫോം എ ന്യൂ കമ്പനി. 2 അതിലധികമോ കമ്പനികൾ കൂടി ചേർന്നുകൊണ്ടിട്ട് ഒരു പുതിയ കമ്പനി ആയിട്ട് മാറുന്നു. അപ്പൊ അതിലേക്ക് ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫറർ കമ്പനി ഉണ്ട്, ട്രാൻസ്ഫറി കമ്പനി ഉണ്ട്. ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കമ്പനിയാണോ മറ്റൊരു കമ്പനിയായിട്ട് കൂടിച്ചേരാൻ പോകുന്നത്. ഇപ്പൊ ഹീറോയുണ്ട്. ഹീറോ എന്ന് പറയുന്ന കമ്പനിയെ ഹോണ്ട എന്ന് പറയുന്ന കമ്പനി ടേക്ക് ഓവർ ചെയ്തു. അപ്പൊ അവരുടെ കമ്പനിയുടെ പേര് ഹീറോ ഹോണ്ട എന്നായി. അപ്പൊ ഇവിടെ ഏത് കമ്പനിയാണ് ഏത് കമ്പനിയായിട്ട് കൂടിച്ചേരുന്നത്? ഹീറോ എന്ന് പറയുന്ന കമ്പനിയാണ് ഹോണ്ട എന്ന് പറയുന്ന കമ്പനിയായിട്ട് കൂടിച്ചേർന്നത്. അപ്പൊ ഹീറോ എന്ന് പറയുന്ന കമ്പനിയെ നമ്മൾ ട്രാൻസ്ഫറർ കമ്പനി എന്നും, ഏത് കമ്പനിയിലേക്കാണ് ഇൻവൈറ്റ് ചെയ്തത്? നമ്മൾ ഹോണ്ട എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് അല്ലെ. അപ്പൊ ആ ഹോണ്ട എന്ന് പറയുന്ന കമ്പനിയെ ട്രാൻസ്ഫറി കമ്പനി ആയിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ജോയിൻ ചെയ്തപ്പോൾ അത് ഹീറോ ഹോണ്ടയായി. അപ്പൊ ഈ ഹോണ്ട എന്ന് പറയുന്ന കമ്പനി ഹീറോ എന്ന് പറയുന്ന കമ്പനിക്ക് എന്ത് കൊടുക്കണം? ഒരു സെർട്ടൻ എമൗണ്ട് കൊടുക്കണം. കാരണം നമ്മൾ ആ ഒരു കമ്പനിയെ വെറുതെ നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തില്ല. ആ കമ്പനിക്ക് എത്രയാണോ മൂല്യം, ആ മൂല്യം നമ്മൾ കണ്ടുപിടിക്കണം. നെറ്റ് അസറ്റ് മെത്തേഡിലൊക്കെ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ആ മൂല്യം കണ്ടുപിടിച്ചിട്ട് ആ മൂല്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പർച്ചേസ് ചെയ്തതിന് നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷൻ. നമ്മളൊരു ബിസിനസ്സിനെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ ഹോണ്ട എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഹീറോ എന്ന് പറയുന്ന ഈ കമ്പനിയെ ഏറ്റെടുക്കുമ്പോൾ ഹീറോ എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ഹോണ്ട എന്ന് പറയുന്ന കമ്പനി എന്ത് കൊടുക്കണം? ഒരു പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുമ്പോഴാണ് ഈ കമ്പനി നമ്മളുടെ കമ്പനി ആയിട്ട് മാറുന്നത്. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ട്ടോ. അതുപോലെ തന്നെ ഈ ഹീറോ എന്ന് പറയുന്ന കമ്പനിയുടെ അസറ്റുകൾ പിന്നീട് ആരുടേതായി മാറും? ഹോണ്ടയുടേതായി മാറും. അതുപോലെ തന്നെ ഹീറോ എന്ന് പറയുന്ന കമ്പനിയുടെ ലൈബിലിറ്റികൾ ആര് പേ ഓഫ് ചെയ്യേണ്ടി വരും? ഹോണ്ട എന്ന് പറയുന്ന കമ്പനി പേ ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഹോണ്ട എന്ന് പറയുന്ന കമ്പനിയാണ് എന്തിനെ ഹോൾഡ് ചെയ്യുന്നത്? ഹീറോ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയെ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അമാൽഗമേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അമാൽഗമേഷന്റെ ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടന്നാലോ? ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 168 ഇലിസ്ട്രേഷൻ 1 തന്നിട്ടുണ്ട്. എസ് ലിമിറ്റഡ് ഉണ്ട്, എം ലിമിറ്റഡ് ഉണ്ട്. അപ്പൊ കൂടിച്ചേർന്ന് എ ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. എസ് ലിമിറ്റഡും എം ലിമിറ്റഡും ഉണ്ട്. നമുക്ക് നോക്കാം. ഷെയർ എന്നിട്ടുണ്ട്, റിസർവ് എന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് എന്നിട്ടുണ്ട്, പി ആൻഡ് അക്കൗണ്ട് എന്നിട്ടുണ്ട്. മറ്റടുത്ത് ഗുഡ്വിൽ ഉണ്ട്, മെഷീനറി ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, സോറി ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, ഫ്രീ ഹോൾഡ് പ്രിമൈസസ് ഉണ്ട്. ബാലൻസ് ഷീറ്റ് ഒക്കെയാണ്. എ ബി ലിമിറ്റഡ് വാസ് ഫോംഡ് ടു അമാൽഗമേറ്റ് ബോത്ത് ദി എബവ് കമ്പനീസ്. രണ്ട് കമ്പനികളും കൂടി കൂടിച്ചേർന്നുകൊണ്ട് എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനി ആയിട്ട് ഫോം ചെയ്തു. The purchase consideration was to be determined according to the balance sheet value. ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത്. Okay. Pass necessary journal entries in the books of the liquidator company. Show the new company's balance sheet. Price of new equity share will be 20. അപ്പൊ ഓക്കെ, നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കണം. പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് ടോട്ടൽ അസെറ്റ്സ് മൈനസ് കറന്റ് അസെറ്റ്. ടോട്ടൽ അസെറ്റ് മൈനസ് കറന്റ് അസെറ്റ്. അപ്പൊ എസ് ലിമിറ്റഡിന്റെ പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാന്ന് നോക്കിക്കേ. എസ് ലിമിറ്റഡിന്റെ ടോട്ടൽ അസെറ്റ് എത്രയാണ്? 1,66,000. അതിൽ നിന്ന് എസ് ലിമിറ്റഡിന്റെ ക്രെഡിറ്റർ എത്രയാണ്? 6,000. കുറച്ച് കഴിയുമ്പോൾ 1,60,000 ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, എം ലിമിറ്റഡിന്റെ എങ്ങനെയായിരിക്കും? ടോട്ടൽ അസറ്റിൽ നിന്ന് കറന്റ് അസറ്റ് കുറയ്ക്കുക. ടോട്ടൽ അസറ്റ് എം ലിമിറ്റഡിന്റെ എത്രയാണ്? 1,04,000 മൈനസ് എം ലിമിറ്റഡിന്റെ എത്രയാണ് ക്രെഡിറ്റേഴ്സ് വരുന്നത്? 4,000 മൈനസ് ചെയ്യുമ്പോൾ 1 lakh എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പൊ ജേർണൽ എൻട്രി വരുന്നത് ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ. പർച്ചേസ് ബിസിനസിനെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആരാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്? 1,60,60,000 രൂപയ്ക്ക് എസ് ലിമിറ്റഡിനെയും 1,00,000 രൂപയ്ക്ക് എം ലിമിറ്റഡിനെയും ആര് പർച്ചേസ് ചെയ്തു? എ ബി ലിമിറ്റഡ് പർച്ചേസ് ചെയ്തു. അപ്പൊ ജേർണൽ എൻട്രി എങ്ങനെയാ വരുന്നത്? ബിസിനസ് പർച്ചേസിനെ പോലെ ഡെബിറ്റ് ബാലൻസ് അല്ലേ? ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലിക്വിഡേറ്റർ ഓഫ് എസ് ലിമിറ്റഡ് ടു ലിക്വിഡേറ്റർ ഓഫ് എം ലിമിറ്റഡ്. ലിക്വിഡേറ്റർ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പിന്റെ പ്രോസസ്സില് കമ്പനിയുടെ എല്ലാ ഫംഗ്ഷൻസും പെർഫോം ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. അയാളുടെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റുകളെല്ലാം സെയിൽ നടത്തിക്കൊണ്ട് മാക്സിമം വാല്യൂ റിയലൈസ് ചെയ്യുക. അത് ഉപയോഗിച്ചുകൊണ്ട് ആ ഫേമിന്റെ എല്ലാ ലൈബിലിറ്റികളെയും പേ ഓഫ് ചെയ്യുക. ഇതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോ ലിക്വിഡേറ്റർക്കല്ലേ നമ്മൾ കൊടുക്കേണ്ടത് ഈ എമൗണ്ട്. അപ്പൊ എങ്ങനെയാ വരുന്നത്? ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലിക്വിഡേറ്റർ ഓഫ് എസ് ലിമിറ്റഡ് ടു ലിക്വിഡേറ്റർ ഓഫ് എം ലിമിറ്റഡ്. എസ് ലിമിറ്റഡിന്റെ ലിക്വിഡേറ്റർക്ക് 1,60,60,000 രൂപയും എം ലിമിറ്റഡിന്റെ ലിക്വിഡേറ്റർക്ക് 1,00,000 രൂപയും. ടോട്ടൽ എ ബി ലിമിറ്റഡ് എത്ര രൂപ കൊടുക്കണം? 2,60,60,000 രൂപ കൊടുത്താൽ മാത്രമാണ് രണ്ട് ഫേമുകളെ ആർക്ക് സ്വന്തമാക്കാൻ സാധിക്കത്തുള്ളൂ? എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഫേമിന് സ്വന്തമാക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അടുത്തത് അടുത്തത് വരുന്നത് അസറ്റുകളെ എല്ലാം എടുക്കണം അല്ലെ? അസറ്റുകളെ എല്ലാം ടേക്ക് ഓവർ ചെയ്യണം. ഇപ്പൊ ജേർണൽ എൻട്രി വരുന്നത് നോക്കിക്കേ. ഫ്രീ ഹോൾഡ് പ്രിമൈസസ് 20,000. മെഷീനറി വരുന്നത് 63,500. അതെങ്ങനെയാണ്? എസ് ലിമിറ്റഡിന്റെ 36,600 എം ലിമിറ്റഡിന്റെ 29,600 കൂടി ആഡ് ചെയ്തിട്ടുള്ള 63,500. സ്റ്റോക്ക് വരുന്നത് 32,000 പ്ലസ് 23,100. ഡെപ്റ്റേഴ്സ് വരുന്നത് 15,000 പ്ലസ് 12,000 27,000.
ബാങ്ക് അക്കൗണ്ട് വരുന്നത് 2,04,000 പ്ലസ് 2,000 4,400. ഗുഡ് വില് വരുന്നത് 1 lakh 60,000 എസ് ലിമിറ്റഡിന്റെയും എം ലിമിറ്റഡിന്റെ 40,000 കൂടി ചേർത്ത്. ഇനി അസറ്റുകളെയും ലയബിലിറ്റികളെയും എ ബി ലിമിറ്റഡ് ടേക്ക് ഓവർ ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ് എഴുതുന്നത് കേട്ടോ. ടു ക്രെഡിറ്റേഴ്സിന് എത്രയാണ്? ക്രെഡിറ്റേഴ്സ് എസ് ലിമിറ്റഡിന് 6,000 എം ലിമിറ്റഡിന് 4,000. അപ്പൊ ടോട്ടൽ 10,000. ബിസിനസ് കൺസിഡറേഷൻ മീൻസ് എന്താണ്? പർച്ചേസ് കൺസിഡറേഷൻ എത്രയായിരുന്നു? 2,60,000. ഓക്കെ, എം ലിമിറ്റഡിനെയും എസ് ലിമിറ്റഡിനെയും ടേക്ക് ഓവർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾ അസറ്റുകളെയും ലയബിലിറ്റികളുടെയും അവർ ഏറ്റെടുത്തു എന്നുള്ള രീതിയിലുള്ള ജേർണൽ എൻട്രി വരുന്നത് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ലയബിലിറ്റി ടു പർച്ചേസ് കൺസിഡറേഷൻ. അപ്പൊ അത് ടാലി ആയിട്ട് പോകും കേട്ടോ. ഡെബിറ്റ് എമൗണ്ടിന് ഈക്വലന്റ് ആയിരിക്കും ക്രെഡിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുമ്പോൾ ജേർണൽ എൻട്രി ആണ് എന്തെന്ന് പറയുന്നത്? ആദ്യം എഴുതിയ ലിക്വിഡേറ്ററിന് എസ് ലിമിറ്റഡിന്റെ ലിക്വിഡേറ്ററിനും എം ലിമിറ്റഡിന്റെ ലിക്വിഡേറ്ററിനും നമ്മള് 2,60,000 1 ലക്ഷം രൂപയും കൊടുക്കാനുണ്ട് എന്ന് പറയുന്ന ജേർണൽ എൻട്രി ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അത് റിസീവ് ചെയ്യണതല്ലേ, അപ്പൊ എങ്ങനെയായിരിക്കും? ലിക്വിഡേറ്റർ ഓഫ് എം ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റ്, ലിക്വിഡേറ്റർ ഓഫ് എസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ. അവരുടെ വാല്യൂ എന്തിലേക്ക് മാറ്റും? ഒരു ഷെയർ ക്യാപിറ്റലിൽ നിന്ന് മാറ്റും. 1 ലക്ഷം രൂപ എം ലിമിറ്റഡിന് കിട്ടി, ഒരു എസ് ലിമിറ്റഡിന് എത്ര കൊടുത്തു? 1,60,000 കൊടുത്തു. ടോട്ടൽ നമ്മുടെ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് എത്ര പോയി? 2,60,000 രൂപ പോയി. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് നോക്കിക്കേ മക്കളെ. ഗുഡ് വില് കാണിക്കുക, മെഷീനറി കാണിക്കുക, സ്റ്റോക്ക് കാണിക്കുക, ഡെപ്റ്റേഴ്സ് കാണിക്കുക, ക്യാഷ് അറ്റ് ബാങ്ക് കാണിക്കുക, ഫ്രീ ഹോൾഡ് പ്രിമൈസസ് കാണിക്കുക. ടോട്ടൽ എമൗണ്ട് ആണ് കേട്ടോ കാണിക്കേണ്ടത്. നമ്മൾ ജേർണൽ എൻട്രിയിൽ എടുത്ത എമൗണ്ട്. ക്രെഡിറ്റേഴ്സ്, റിസർവുകളൊക്കെ ഓൾറെഡി നമ്മൾ പേ ഓഫ് റിസർവ് ഒന്നും നമ്മൾ കൊടുക്കൂല കേട്ടോ. റിസർവ് പി ആൻഡ് അക്കൗണ്ട് ഒന്നും നമ്മൾ എടുക്കത്തില്ലേ. നേരെ നമ്മൾ ക്രെഡിറ്റേഴ്സ് കറന്റ് അസറ്റുകൾ മാത്രമേ എടുക്കത്തുള്ളൂ. ഇനി ക്രെഡിറ്റേഴ്സ് എടുക്കാം, നമുക്ക് ബിൽസ് പേബിൾ എടുക്കാം. ബിൽസ് പേബിൾ ഇല്ലാത്ത പക്ഷം നമ്മൾ ക്രെഡിറ്റേഴ്സിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. റിസർവുകളും പി ആൻഡ് അക്കൗണ്ട് ഒന്നും നമ്മൾ എടുക്കത്തില്ല കേട്ടോ. ഷെയർ ക്യാപിറ്റലിൽ ഈ 13,000 എങ്ങനെ വന്നു എന്ന് നിങ്ങൾ എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, നമ്മൾ പുതിയ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് 10 അല്ല 20 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ടോട്ടൽ അവർക്ക് എത്ര രൂപയാണ് ബിസിനസ് ടോട്ടലി അവരുടെ കയ്യിലുള്ള ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 2,60,000 അല്ലേ. അപ്പൊ ഈ 2,60,000 ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2,60,000. അതില് ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20. ഓക്കെ, ഷെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 20. അപ്പൊ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് കിട്ടും. അപ്പൊ 2,60,000 ഡിവൈഡഡ് ബൈ 20 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? 13,000 എന്ന് പറയുന്ന ആ ഒരു ഷെയർ വാല്യൂ നമുക്ക് ലഭിക്കും കേട്ടോ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണോണ്ട് ഇവിടെ ജേർണൽ എൻട്രീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് കേട്ടോ. പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുമ്പോൾ ജേർണൽ എൻട്രി നമുക്ക് പറയാം എങ്ങനെയായിരുന്നു. പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുമ്പോൾ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് അറിയാലോ? ആ ഗിവർ. നമ്മൾ ആ ഒരു എന്താ പറയാ, ഇപ്പോ നമ്മൾ ഏത് കമ്പനിയെയാണോ ഏറ്റെടുക്കുന്നത് ആ ഒരു കമ്പനിയെയാണ് ഗിവർ ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. ഇനി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്താണ്? അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ലയബിലിറ്റീസ് അക്കൗണ്ട് ടു പർച്ചേസ് കൺസിഡറേഷൻ. ഇതാണ് കേട്ടോ ജേർണൽ എൻട്രി വരുന്നത്. ഇനി പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എങ്ങനെയാ വരുന്നത്? ലിക്വിഡേഷൻ ഓഫ് ട്രാൻസ്ഫർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ കേട്ടോ.
ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണിത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെയൊക്കെ ഒന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലാരിഫൈ ഒക്കെ ചെയ്യാം കേട്ടോ. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കണേ. വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ തിയറി. ഈ ഒരു ബുക്കിൽ നിന്ന് മാക്സിമം ഒരു 60% തിയറിയും 40% പ്രോബ്ലംസും ആണ് ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ബുക്കിൽ നിന്ന് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ നിന്ന് വന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ഇതിന്റെ പ്രോബ്ലമാറ്റിക് മാത്രം നോക്കി പോവരുതേ, തിയറി കൂടി ഒന്ന് നോക്കണം കേട്ടോ. കാരണം തിയറിറ്റിക്കൽ പോർഷൻസ് കൂടുതലാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വന്നത്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം തിയറി വരുന്നുണ്ട്, എത്രത്തോളമാണ് പ്രോബ്ലം വരുന്നത്. അതുപോലെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയുന്നേക്കല്ലേ. അതൊക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരത്തുള്ളൂ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. തിയറിറ്റിക്കൽ ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പോർഷൻസും ഒന്ന് നോക്കാം. അപ്പൊ ഓക്കെ, നമ്മളുടെ ഈ ബുക്ക് ക്ലോസ് ആണ് കേട്ടോ. കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് നമുക്ക് ക്ലോസ് ആണെന്ന്. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ പോർഷൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.